സോ വെൽക്കം ബാക്ക് ടു അവർ ACCA യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ FR എന്ന ആ പേപ്പറിന് കുറച്ച് ബേസിസ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, കൺസെപ്റ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്തു വന്ന അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ FAയുടെ ഒരു മോഡൽ ബേസിസ് നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നോട്ട്സും കാര്യങ്ങളുമാണ് ഞാനിപ്പം എഴുതിയെടുക്കുന്നത്. അതിനെ പറ്റി കൂടുതൽ ലെക്ചേഴ്സ് നോക്കിക്കൊണ്ടാണ് അത് നോട്ട്സും കാര്യങ്ങളും എഴുതുന്നത്. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ സ്പൈറൽ നോട്ട്ബുക്കിൽ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എഴുതി വെക്കുന്നത്. അപ്പോൾ അതിനുള്ള ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചപ്പോഴാണ് എനിക്ക് ഈ കിക്കുടുവിനെ കിട്ടിയത്. കിക്കുടു എന്ന് പറയുന്നത് തക്കുടുവിൻ്റെ മകനാണ്, പുത്രൻ. അപ്പം കിക്കുടുവിനെ എടുത്തുകൊണ്ട് വന്നെങ്കിലും പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ കുഴപ്പമില്ല, പൊലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ChatGPT ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് വന്ന മെയിൻ പോയിൻറ്റ്സും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മെയിൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ആക്കണം എന്ന് അറിയണമെങ്കിൽ അതുപോലെ ഒരു ഡീപ്പ് നോളജ് വേണം നമുക്ക്. അങ്ങനെ ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ChatGPT നമ്മൾ നല്ലോണം സഹായിക്കും. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഏതാണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഡിസ്ക്രൈബ് എന്നോ എക്സ്പ്ലെയിൻ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൻ്റെ അകത്തൊന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന മാത്രം പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ മതി. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാലും മതി. ഫോക്കസ് ചെയ്ത് ഭയങ്കര കാണാപ്പാടം പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടും. അതിനുശേഷം ഞാനൊന്ന് വെറുതെ പുറത്തോട്ടിറങ്ങിയ സമയത്താണ് ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഐ എം റിയലി സോ ഒബ്സസ്ഡ് വിത്ത് ദിസ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതെൻ്റെ അക്വേറിയൊന്നുമല്ല, ഇത് അനിയൻ്റെ ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും പെറുക്കോ ഈ പൂവിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തെങ്കിൽ ആ പേര് ഞാൻ അല്ലെങ്കിൽ കൂടി എൻ്റെ പേരിൽ വരും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന സംഗതികൾ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സമയം 12:15. പിന്നീട് ഞാൻ ഇതൊന്ന് റെഫർ ചെയ്തു, ഫുൾ എഴുതി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ടിക്ക് ബോക്സ് ചെയ്തു, എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. എനിക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് എഴുതിയിട്ട് ടിക്ക് ചെയ്യാറുണ്ട്. പിന്നെ ചോറിന് മടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കോഴിക്കട്ടയും ഓറഞ്ചും വെള്ളവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയൊരു പുതിയ പരിപാടി ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്താണെന്നുള്ളത്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വീഡിയോസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. KPMGയുടെ കീഴിലാണ്, ആ ഒരു ടോപ്പ് കമ്പനിയുടെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു പ്രോഗ്രാം വായിച്ച് അതൊരു ജസ്റ്റ് സിനാരിയോസൊക്കെ തരും, ടാസ്കുകളുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുപോലെ ഇൻ്റർവ്യൂ ടിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഞാൻ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് അതൊന്ന് വായിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണം. അതിനിടയ്ക്ക് തുമ്മലും ഓറഞ്ച് തീറ്റയും എങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മൾ തളരരുത് രാമൻകുട്ടി, തളരരുത്. കിട്ടി ആശാനെ, അവസാനം കിട്ടി. ഞാൻ അങ്ങനെ തളരാതെ കുറച്ച് നേരം കഷ്ടപ്പെട്ടിരുന്ന അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കരിയർ കാറ്റലിസ്റ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ March 5, 2025. എൻ്റെ പേരും ഒക്കെ വെച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയത് KPMGയുടെയാണ്. സോ 4Age എന്ന് പറയുന്ന ഒരു ലിങ്കിലാണ് ഇത് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒരു കുഞ്ഞ് ചിക്കൻ റോളും കഴിച്ച് കുറച്ച് നേരം ഒരു പ്രത്യേക എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. അത് പാർട്ട് ഓഫ് ദിസ് യൂട്യൂബ് ചാനലല്ല, വേറൊരു എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം
ഞാൻ എൻ്റെ ചെക്ക് ലിസ്റ്റ് നോക്കി അതിൽ ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് ചെയ്താലും ചെയ്തില്ലേലും ടിക്ക് ചെയ്തതിന് ശേഷം ക്ലോസ് അവർ ബുക്സ്. ബിക്കോസ് ഇന്നത്തേക്ക് നമ്മൾ പഠനം നിർത്തി വെച്ചിരിക്കുന്നു. ഇനി അടുത്തത് നാളെ. ഇതാണ് നമ്മുടെ തക്കുടുനെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആരാ ഒന്ന് ഫേമസ് ആവാൻ ആഗ്രഹിക്കാത്ത. അപ്പോൾ തക്കുടുവിനെയും കൂടെ കാണിച്ചു. സോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വിശക്കുന്നു. എല്ലാം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങണം. സോ ഇന്നത്തെ വീഡിയോസ് എല്ലാം കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. സോ ബൈ.